ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളുകളായി. കുറച്ച് തിരക്കുകൾ കാരണമാണ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത്. പലപ്പോഴും പലരും മെസ്സേജുകൾ അയക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ താഴെ അല്ലെങ്കിൽ വീഡിയോസിന് താഴെ വന്നിട്ട് കുറേ കമൻസുകൾ ഇട്ടിട്ട് അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ആദ്യം മാപ്പ് പറയുന്നു. കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞത്. എന്നിരുന്നാലും ഇനി തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്യാവുന്ന രീതിയിലേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് പാർട്സുകൾ മാറുകയാണ് ചെയ്യുക. പാർട്സ് മാറി നോക്കും, എന്നിട്ട് കംപ്ലൈൻറ്റ് പോയി അടുത്ത പാർട്ട് മാറും, വീണ്ടും കംപ്ലൈൻറ്റ് പോയി അടുത്ത പാർട്ട് മാറും, അങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്തരം കംപ്ലൈൻസുകൾ നമ്മൾ എന്താ പറയുക, ഇത്തരം കംപ്ലൈൻസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ വാഹനങ്ങളുടെയും സ്കാൻ ടൂളുകളിൽ അതിൻ്റെ മൊഡ്യൂളുകളിലെ കൃത്യമായ ഡാറ്റ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഞാൻ മുഴുവനായിട്ടുള്ള ഡാറ്റ അനാലിസിസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡാറ്റകളെ കാണിച്ചൊന്ന് അനലൈസ് ചെയ്യാനല്ല പോകുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയ ഒരു കംപ്ലൈൻറ്റ് ആണ് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യം. കാരണം എന്ന് വെച്ചാൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നി. ഞാൻ ഒരു നല്ല രീതിയിൽ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഭയങ്കര ഇതിനെക്കുറിച്ച് അറിവുള്ള ആളായതുകൊണ്ടല്ല ഇത് കാണിക്കുന്നത്. ഇതെനിക്ക് ഒരു ലക്കിൽ ഞാൻ കണ്ടുപിടിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും അതൊരു ഷെയർ ചെയ്യാനായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് കിട്ടിയൊരു കംപ്ലൈൻ്റ് ആണ്. അതായത് ഒരു ഡീസൽ എഞ്ചിനാണ്, ഒരു ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിളാണ്. ഇതിൻ്റെ കസ്റ്റമർ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ആക്സിലറേറ്റർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പമ്പ് ചെയ്യാന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അത് ഇങ്ങനെ എന്താ പറയുക, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലോ അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ആക്സിലേറ്റർ അമർത്തും, ഇടയ്ക്ക് റിലീസ് ചെയ്യും, അമർത്തും, ഇങ്ങനെ ആക്സിലേറ്റർ പമ്പ് ചെയ്യുന്ന രീതിയിൽ ആക്സിലേറ്റർ വരയ്ക്കുന്ന സമയത്ത് ഈ വാഹനം വല്ലാതെ ജമ്പ് ചെയ്യും, വലിയ ഒരു രീതിയിലുള്ള ജർക്ക് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം. വണ്ടി ഓടിച്ച് നമ്മൾ ആക്സിലേറ്റർ കാലെടുത്ത് ജസ്റ്റ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ചാട്ടമാണ് വണ്ടി, ബേസിക്കലി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതേപോലുള്ള സെയിം ഒരു സിമിലർ വണ്ടി ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത്, ആക്സിലേറ്റർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം അത്ര പെട്ടെന്ന് ആക്സിലേറ്റർ റെസ്പോൺസ് ആവില്ല. അതായത് ആക്സിലറേറ്റർ റെസ്പോൺസ് ആവാനായിട്ട് ഒരു സമയം എടുക്കും. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ആക്സിലേറ്റർ പമ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ റെസ്പോൺസ് കിട്ടും. അതാണ് ഇങ്ങനെ എന്താ പറയുക, ജർക്ക്. അതായത് ഇങ്ങനെ പറയാം, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആക്സിലേറ്റർ പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക, വണ്ടി ഇങ്ങനെ കുത്തും അല്ലേ. ഇതേ സംഭവമാണ് ഈ കംപ്ലൈൻറ്റ്. അതായത് നമ്മൾ ആക്സിലേറ്റർ അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി ഒറ്റ ചാട്ടാണ്, വലിയ രീതിയിൽ ജർക്ക് ചെയ്യും. എന്നാൽ വേറൊരു വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്താണ് റെസ്പോണ്ട്, ജർക്കൊന്നുമില്ല, അത് സമയം എടുത്താണ് ആ RPM ഇൻക്രീസ് ആവുന്നതെന്ന് പറയാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സഡൻ ആയിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എൻജിൻ, ആദ്യം ഗിയർ ബോക്സ് മാറി, ക്ലച്ച് മാറി, എൻജിൻ മാറി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറാത്ത സംഭവങ്ങളൊന്നുമില്ല. അതായത് നമുക്കിപ്പം അതിൻ്റെ വയറിങ് ഒഴിച്ച് ബാക്കി എല്ലാ സംഭവം മാറി എന്ന് പറയാം. ഫ്യൂസ് ബോക്സ് മുതൽ ടർബോ ചാർജർ, അതിൻ്റെ ഇൻ്റർകൂളർ, ടർബോ ചാർജർ, ഫ്യൂൽ പമ്പ്, ഹൈ പ്രഷർ പമ്പ്, ടൈമിങ്, അതുപോലെ പറ്റാവുന്ന എല്ലാ വക സംഭവങ്ങളും, ക്യാം ഷാഫ്റ്റ്, ക്രാങ്ക് ഷാഫ്റ്റ്, സെൻസറുകൾ തുടങ്ങി ഒരുവിധം അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും മാറിക്കഴിഞ്ഞു. പക്ഷെ കംപ്ലൈൻറ്റ് പോകുന്നില്ല. അപ്പോൾ ഞാനൊരു വേറൊരു കാര്യത്തിന് അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുകയും, അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോക്കാൻ ശ്രമിച്ചത്. അത് നോക്കുന്ന സമയത്താണ് ഈ കംപ്ലൈൻറ്റ് ഇങ്ങനെ മനസ്സിലായി. അപ്പോൾ വാഹനം ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കംപ്ലൈൻറ്റ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി എന്താണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ ജമ്പ് ജർക്ക് എന്ന് പറയുന്നത് ഒരു വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ്. എന്നാൽ മറ്റുള്ള അതിൻ്റെ തന്നെ മറ്റൊരു വണ്ടിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. അതായത് നമ്മൾ ആക്സിലേറ്റർ പമ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുത്താണ്, ഒരു ലാഗ് ഉണ്ടാവും അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് പിന്നെ നമ്മൾ ഇത് ഇനി കൂടുതലായിട്ട് നമ്മൾ നോക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ്. കാരണം വെച്ചാൽ ഒന്നുകിൽ ക്ലച്ച് പ്രോപ്പറായിട്ട്
റിലീസ് ആവാതിരിക്കുകയോ അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ ആ രാജ്യത്ത് വണ്ടി നമുക്ക് അത്തരം വണ്ടികൾ നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റില്ല. ഈവൻ ദുബായ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ഓടിച്ചു നോക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരുടെ ഒരു ഡ്രൈവറാണ് ഓടിക്കുന്നത്, നമ്മൾ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു കംപ്ലൈന്റ് കിട്ടിയപ്പോൾ പെട്ടെന്നുള്ളൊരു തോട്ട് വന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ട എന്തോ ആണല്ലോ. കാരണം ഇതിന്റെ ഗിയർ ബോക്സ് മാനുവൽ ഗിയർ ബോക്സ് ആണ്, ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇലക്ട്രിക്കൽ യൂണിറ്റുകളോ ഡിവൈസസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പിന്നെ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോ ഡാറ്റ ആയിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ ഓരോ ഡാറ്റ ഇപ്പം നമ്മൾ എഞ്ചിനായിട്ടും അതുപോലെ തന്നെ ഗിയർ ബോക്സിന് പ്രത്യേകിച്ച് മൊഡ്യൂളൊന്നുമില്ല. അപ്പോൾ എഞ്ചിൻ ഡാറ്റയാണ് നമ്മൾ മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും കാണുന്നില്ല, ഡാറ്റ എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് കാണുന്നത്. വേറെ അത് മാത്രമല്ല, ഈ വാഹനം ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ പവറിൽ കുറയുകയോ അതല്ലെങ്കിൽ ലാക്ക് ഓഫ് റെസ്പോൺസോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു ഡാറ്റ നോക്കുന്ന സമയത്ത് ഒരു ഡാറ്റ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ക്ലിക്കായി. അപ്പോൾ ഞാൻ ക്ലച്ച് പെഡൽ പൊസിഷൻ നോക്കുമായിരുന്നു. അപ്പോൾ ക്ലച്ച് പെഡൽ പൊസിഷൻ നോക്കുന്ന സമയത്ത് കണ്ട ഒരു ഡാറ്റയാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ നമുക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഈ ഡാറ്റ ഒന്നുമില്ല, ഇത് ക്ലച്ച് പെഡലിൻ്റെ ഡാറ്റയാണ് ബേസിക്കലി. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ക്ലച്ച് അമർത്തിയാലും അല്ലെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്താലും എപ്പോഴും അത് പ്രസ്ഡ് പൊസിഷൻ എന്നാണ് കാണിക്കുന്നത്. അതായത് ക്ലച്ച് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ഇത് എപ്പോഴും സിസ്റ്റത്തിൽ മനസ്സിലാകുന്നത്. PCMന് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എപ്പോഴും ക്ലച്ച് പ്രസ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ക്ലച്ച് പ്രസ് ചെയ്തിരിക്കുന്ന പറയുന്നത് ക്ലച്ച് ഒരു ഡിസെൻഗേജ് ആയിട്ടുള്ള അവസ്ഥയിലാണെന്നാണ് സിസ്റ്റം മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ഗിയറിൽ വാഹനം ന്യൂട്രൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ അമർത്തി സംഭവിക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ RPM റൈസ് ആവുന്നത് കാണാം അല്ലേ. ആ സമയം ഗിയറിൽ എടുക്കുന്ന ഒരു വണ്ടി നമ്മൾ ആക്സിലേറ്റർ അമർത്തുന്നത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അതിൻ്റെ ആ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ലാഗ് ഉണ്ടായിരിക്കും. ഇവിടെ എനിക്ക് മനസ്സിലായത് ഇതാണ്, ഈ ക്ലച്ച് ഇങ്ങനെ പ്രസ്സായിരിക്കുന്ന പൊസിഷനിലായതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ഈ കംപ്ലൈന്റ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടോർക്ക് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് വെച്ചാൽ ക്ലച്ചിന്റെ പെഡൽ പൊസിഷൻ അഴിച്ചു. അപ്പോൾ സെൻസർ അഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ കാണാം, അതിന്റെ സ്വിച്ച് അത് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നീഷ്യൻ ഓൾറെഡി എന്നോട് പറഞ്ഞു ഇത് ഈ ക്ലച്ച് പെഡൽ അങ്ങനെ തന്നെ അവർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ക്ലച്ച് പെഡൽ അങ്ങനെ തന്നെ മാറിയിട്ടും കംപ്ലൈന്റ് പോയില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ക്ലച്ച് പെഡൽ പൊസിഷൻ സെൻസർ എന്തായാലും മാറ്റി നോക്കാം. കാരണം എന്താ വെച്ചാൽ ക്ലച്ച് പെഡൽ പൊസിഷൻ സെൻസറിന്റെ ആ സ്വിച്ച് പൊസിഷൻ ശരിക്കും അതിനകത്ത് കയറി സ്റ്റക്കായിട്ടിരിക്കുകയാണ്, അത് റിലീസ് ആവുന്നില്ല. അപ്പോൾ PCMലേക്ക് എപ്പോഴും കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ക്ലച്ച് എപ്പോഴും പ്രസ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിസെൻഗേജ് ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നുള്ളതാണ്. അങ്ങനെ ആ പൊസിഷൻ സെൻസർ മാറ്റി വെച്ച് വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ ഈ കംപ്ലൈന്റ് പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാർട്സുകൾ മാറുകയും സ്വാപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് ഇതിപ്പോൾ എല്ലാ സമയത്തും ഇതുപോലെ നമുക്ക് കണ്ടെത്തണമെന്നോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയെന്നോ എന്നുള്ളതൊന്നല്ല. നമ്മൾ പക്ഷേ പ്രോപ്പറായിട്ട് ഡാറ്റ അനലൈസ് ചെയ്തോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പലപ്പോഴും ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് കിട്ടും. എന്നാൽ നമുക്ക് ഈ ഡാറ്റ എങ്ങനെ മനസ്സിലാക്കാം, ഇത് എങ്ങനെ ഓർത്ത് വയ്ക്കാം, അത് ബുദ്ധിമുട്ടാണ്. നമുക്കിത് കാണാപ്പാടം പഠിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എപ്പോഴും ഡയഗ്നോസിങ് സമയത്ത് അല്ലെങ്കിൽ ഒരു വാഹനം ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടൂൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, നല്ല വണ്ടി ആയാലും കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണെങ്കിലും ഏറ്റവും ബെറ്റർ എപ്പോഴും നല്ല വണ്ടികൾ, കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടികൾ ഡാറ്റ നോക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് CKP സെൻസർ ഡാറ്റ അല്ലെങ്കിൽ CMP സെൻസർ ഡാറ്റ, കൂളൻ ടെമ്പറേച്ചർ സെൻസർ, ഇൻടേക്ക് manifoldന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ manifold അബ്സല്യൂട്ട് പ്രഷർ, ഇങ്ങനെ തുടങ്ങി ഓരോ ഡാറ്റകൾ. അപ്പോൾ ഇപ്പോൾ വേരിയബിൾ ക്യാം ടൈം ആണെങ്കിൽ അതിൻ്റെ ആംഗിളുകൾ എത്രയായിരിക്കും വരിക, ആക്സിലേറ്റർ സംഭവിക്കുന്നു, ആക്സിലേറ്റർ റിലീസിന് സമയത്ത്, ഡീസിലേറ്റർ സമയത്ത് സംഭവിക്കുന്നു, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ല എല്ലാ കേസും നമുക്കിത് കാണാപ്പാടം പഠിച്ചു വെക്കാനോ അതൊന്നല്ല നമ്മൾ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. പകരം നമ്മളൊരു ഡാറ്റ നോക്കുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ ഡാറ്റ കണ്ടപ്പോൾ പ്രസ്ഡ് എന്ന് കണ്ടപ്പോൾ ഞാൻ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് നോക്കി. ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും അത് എപ്പോഴും പ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു കാര്യം ഉറപ്പാണ്, ഡാറ്റ മാറുന്നില്ല. ഇനി പിന്നെ ഒരു ഡൗട്ട്, ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. കാരണം എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു വണ്ടിയാണ്, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, വണ്ടിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലക്കിൽ കിട്ടിയതാണെന്ന് പറഞ്ഞത്. പക്ഷേ അപ്പം എന്താ വെച്ചാൽ നമുക്കിത് കൺഫേം ചെയ്യാൻ വേണ്ടി വേറൊരു വണ്ടിയിൽ ടൂൾ കണക്ട് ചെയ്തിട്ട് നോക്കി ക്ലച്ച് അമർത്തി റിലീസ് ചെയ്യുന്ന സമയത്ത് അത് പ്രസ്ഡ് റിലീസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ മുൻപുള്ള ഡാറ്റ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാക്സിമം നമ്മൾ എപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തും അതല്ലെങ്കിൽ ഈവൻ ഡയഗ്നോസ് ചെയ്യാതെ വെറുതെ ഒരു വണ്ടി കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ടൂൾ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും മൊഡ്യൂൾ ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിനകത്തുള്ള ഡാറ്റ ഒന്ന് നോക്കി വയ്ക്കുക. ഈ ഡാറ്റ ഓക്കെ, എൻജിൻ ഒരു ഐഡിൽ വരയ്ക്കുന്ന സമയത്ത് ഇത്രയാണ് അതിൻ്റെ ഡാറ്റ. ഏത് ഡാറ്റ വേണം എടുക്കാം നമുക്ക്, എനി ഡാറ്റ. ജസ്റ്റ് നമ്മുടെ അറിവിന് വേണ്ടിയിട്ട് അത് ഒന്ന് ആക്സിലേറ്റ് നോക്കുക. ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 ഒരു 1000 RPM, 2000 RPM, 3000 RPM, 4000 RPM ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡാറ്റകൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഡയഗ്നോസിസിനെ നമ്മളെ സഹായിക്കും. ഇനി മുന്നോട്ട് നമ്മൾ ഓരോ തവണയും ഡയഗ്നോസിസ് സമയത്ത് വാഹനങ്ങൾ കിട്ടുന്ന സമയത്ത് ടൂള് കണക്ട് ചെയ്യുക. ഇപ്പോൾ ABS മൊഡ്യൂൾ ഓപ്പൺ ആക്കുക, ABS മൊഡ്യൂൾ നോക്കുക എന്തൊക്കെ ഡാറ്റയാണ് അതിനകത്തുള്ളത്. ബേസിക്കലി ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടിയിൽ അതിൻ്റെ വാൽവുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് എന്ത് ഡാറ്റയാണ് കാണുന്നത്, എത്ര കറണ്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണോ അതിനകത്തുള്ളത്. ഞാനിപ്പോൾ ഇന്നാണ് ഡാറ്റ എന്ന് പറയുന്നത്, എന്ത് ഡാറ്റയാണോ അതിനകത്തുള്ളത്. നോർമൽ കണ്ടീഷനിൽ ഈ ഡാറ്റ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ അബ്നോർമൽ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൾട്ടുള്ള സമയത്ത് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മളൊക്കെ ഡോക്ടേഴ്സാണ്, വണ്ടികൾ ഡോക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക. അത് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നമ്മൾ എപ്പോഴും ടെക്നീഷ്യൻ ലെവല് എന്ന് പറയുന്ന ആൾക്കാർ ടെക്നീഷ്യൻ ലെവൽ ചിന്തിക്കുക എന്ന് പറയും. ടെക്നീഷ്യൻ ലെവല് നമുക്കിനി മുന്നോട്ട് പോകുന്ന സമയത്ത്, അതായത് ടെക്നീഷ്യനിൽ നിന്ന് നമ്മൾ സൂപ്പർവൈസർ ആവുന്ന സമയത്ത്, ടീം ലീഡർ ആവുന്ന സമയത്ത്, അതല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസർ ആവുന്ന സമയത്ത്, അതല്ലെങ്കിൽ ടെക്നിക്കൽ മാനേജർ ആവുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇത്തരം ഐഡിയാസ് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ ഡാറ്റ കറക്റ്റ് അല്ലല്ലോ, ഈ ഡാറ്റ ഇങ്ങനെയല്ലല്ലോ വരുന്നത്, ഈ ഡാറ്റ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുകയാണ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ കുറയാണല്ലോ സംഭവിക്കുന്നത്. അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരും. അത് ഞാൻ പറയുന്നത് വീണ്ടും കാണാപ്പാഠം പഠിക്കരുത്, അങ്ങനെ അതൊന്നുമല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ ഡാറ്റകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എപ്പോഴും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തരും നിങ്ങൾ ഈ വാഹനങ്ങളിൽ ഈ സ്കാൻ ടൂൾ കണക്ട് ചെയ്യുക. എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ കുറച്ചൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡെഫിനറ്റായിട്ട് ഗുണം ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.